ഇസ്ലാം. ഇസ്ലാമിന് വ്യക്തമായ നിയമങ്ങളുണ്ട്, ഇസ്ലാമിന് വ്യക്തമായ ഉസൂലുകളുണ്ട്, ഇസ്ലാമിന് തെളിവടിസ്ഥാനത്തിലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. അല്ലാതെ എല്ലാരും നല്ലവര്, എല്ലാരും മുസ്ലിമീങ്ങള്, എല്ലാരും ലായിലാലെന്ന് പറഞ്ഞവര്, എല്ലാരും സ്വർഗത്തില്, ആരെയും കുറ്റം പറയണ്ട, എല്ലാരും ജീവിച്ചു പോയിക്കോട്ടെ, അതില്ല. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇസ്ലാമിൽ അന്ന് മുതലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദരിയാക്കളെ കുറിച്ച് പറഞ്ഞത് മജൂസ് ഹാദിഹിൽ ഉമ്മ, എന്റെ ഉമ്മത്തിലെ മജൂസികളാണ് ഖദരിയാക്കള്. ഷഹാദത്ത് പറഞ്ഞ മുസ്ലിമീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഖദരിയാക്കൾ ഷഹാദത്ത് പറഞ്ഞ മുസ്ലിമീങ്ങളെ കുറിച്ചാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്, എന്റെ ഉമ്മത്തിലെ മജൂസികളാണ് അവർ. ഖവാരിജികളെ കുറിച്ച് അള്ളാഹു റസൂൽ എന്താ പറഞ്ഞത്? ഖിലാബു അഹ്ലിന്നാർ, നരകത്തിലെ പട്ടികളാണ് ഖവാരിജികൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഖവാരിജികളെ കുറിച്ച് പറഞ്ഞത്. ഖവാരിജികൾ ഏതെങ്കിലും മതക്കാരാ? അല്ല, മുസ്ലിമീങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ, മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞവർ. അവരെ കുറിച്ച് അള്ളാഹു റസൂൽ പറയാ, എന്തിനാ നമ്മൾ അവരെ പറയുന്നേ, എന്തിനാ ഇവരെ പറയുന്നേ, ഇന്ന ആളുകൾ ബിദ്അത്തികളാണ്, മുബ്തദിഇകളാണ്, അവർ ചെയ്യുന്നത് ബിദ്അത്താണ് എന്ന് പറയുമ്പം നിങ്ങൾ എന്തിനാ അവരെ കുറ്റം പറയുന്നേ? അവര് ജീവിച്ചു. അങ്ങനെ ഒരു ദീനില്ല. നമ്മൾ ദായികളാണ്, വ്യക്തമാക്കി കൊടുക്കണം ആരാണ് മുസ്ലിം, എന്താണ് ഇസ്ലാം, എന്താണ് തൗഹീദ്, എന്താണ് ബിദ്അത്ത്, എന്താണ് ഇത് വ്യക്തമാക്കി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അല്ലാതെ എല്ലാരും സ്വർഗത്തിലേക്കുള്ള ആളുകൾ, ഇവ വിശ്വസിക്കുന്നത് മടവൂരിനോട് തേടാം, മൊയ്തി ഷേഖിനെ വിളിച്ചാൽ മൊയ്തി ഷേഖ് എല്ലാരെയും കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാള്, അടുത്ത ആൾ വിശ്വസിക്കുന്നത് ഹറാമുകളൊക്കെ നമുക്ക് ചില ഹറാമുകളൊക്കെ നമുക്ക് ചെയ്യാം, അത് പ്രശ്നമൊന്നുമില്ല. ഒരുത്തൻ വിശ്വസിക്കുന്നത് ചില ഹദീസുകളൊന്നും നമുക്ക് ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അതൊക്കെ തള്ളിക്കളയാ, അതൊന്നും പ്രശ്നമില്ല. ഒരുത്തൻ വിശ്വസിക്കുന്നത് ആ രൂപത്തിൽ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ. എന്നിട്ട് നമ്മൾ പറയാ, എല്ലാരും ലായിലാഹ് അറിയില്ലേ? ഓക്കെ. നിങ്ങൾക്ക് ലായിലാഹ് അറിയില്ലേ? അറിയാം. ഓക്കെ. നിങ്ങൾക്ക് ലായിലാഹ് അറിയാം. എല്ലാരും മുസ്ലിമീങ്ങളും, എല്ലാരും സ്വർഗ്ഗം. അങ്ങനെ ഉണ്ടാ? അപ്പൊ ഈ ആദർശത്തിന് എന്ത് പൊരുളാ ഉള്ളത്? പിന്നെ തൗഹീദിന് എന്ത് പ്രസക്തിയാണുള്ളത്? പിന്നെ സുന്നത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ബിദ്അത്തുകൾ ചെയ്യുന്നവരും ബിദ്അത്തുകൾ ചെയ്യാത്തവരും ഒരുപോലെയാണെങ്കിൽ പിന്നെ സുന്നത്തിന്റെ പ്രസക്തി എന്താ? തൗഹീദ് ഉള്ളവരും അല്ലാഹനെ മാത്രം വിളിക്കുന്നവരും അതിന്റെ കൂടെ ശിർക്ക് ചെയ്യുന്നവരും ഒരുപോലെയാണെങ്കിൽ പിന്നെ തൗഹീദിന്റെ പ്രസക്തി എന്താ? ഹദീസ് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവരും എന്നാൽ നമുക്ക് ഹദീസിന്റെ ഒന്നും ആവശ്യമില്ല, ഖുർആൻ പറഞ്ഞൊക്കെ കേട്ടാ മതി എന്ന് പറയുന്നവരും എങ്ങനെ ഒരുപോലെയാവുക? പ്രിയപ്പെട്ടവരെ? നമുക്ക് ഖുർആൻ മതി, ഖുർആന്റെ ആളുകളാണ് നമ്മൾ എന്ന് പറഞ്ഞ് ഹദീസിനെ തള്ളുന്ന ഒരു വിഭാഗം ആളുകൾ, അവർക്ക് ഹദീസ് വേണ്ട. ഹദീസ് മുഹമ്മദ് നബി പറഞ്ഞല്ലേ, അത് പിന്നെ കുറെ ആളുകൾ കേട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല, അതിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഈ ബുഖാരി എന്ന് പറയുന്നത് നല്ല ആളൊന്നല്ല എന്ന രൂപത്തിൽ ഹദീസുകൾ നിഷേധിക്കുന്ന ഒരാള്, സ്വഹീഹായ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ നമുക്ക് മുമ്പിൽ എത്തിയിട്ട് അത് അംഗീകരിക്കണമെന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ റസൂല് വഹ്യടിസ്ഥാനത്തിൽ അല്ലാതെ കാര്യങ്ങൾ സംസാരിക്കൂല, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് അത് സ്വഹീഹായിട്ടാണോ നിങ്ങൾക്ക് കിട്ടിയത്, അത് വഹ്യ് അംഗീകരിക്കലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളും ഒരു ഹദീസിനെ തള്ളുന്ന ഒരാളും എങ്ങനെ ഒരുപോലാവും? എല്ലാരും കൂട്ടി സാമ്പാറാക്കി ഇരുത്തുക, എന്നിട്ട് എല്ലാം നല്ലത് നിങ്ങൾ എന്തിനാ ഇവരെ പറയുന്നത്? എന്തിനാ ഇയാളെ മുബ്തദിയാക്കുന്നത്? എന്തിനാ അയാൾ പുറത്തുനിന്ന് പറയുന്നത്? എന്തിനാ അയാൾ മുശ്രിക്ക് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അയാൾ ശിർക്കെന്ന് എന്തിനാ പറയുന്നത്? എല്ലാരും മുസ്ലിങ്ങളല്ലേ, ഒരുമിച്ചിരുന്ന് തിന്നൂടെ എന്ന് പറയുന്നവർക്ക് എന്ത് ആദർശ ബോധമാണ്, അല്ലെങ്കിൽ ഈ ദീനിനെ കുറിച്ച് എന്ത് അറിവാണ് അവർക്കുള്ളത്? ചിന്തിക്കണം നമ്മള്. പിന്നെ ഹദീസിന്റെ എന്തിനാണ് സ്വഹീഹിനെയും വഈഫിനെയും മൗദൂഇനെയും പണ്ഡിതന്മാർ ഇത്രയും കഷ്ടപ്പെട്ട് വേർതിരിച്ചത്? ഈ ഹദീസ് മൗദൂആണ്, നിർമ്മിക്കപ്പെട്ട ഹദീസാണ്, ഇത് സ്വീകരിക്കാൻ പറ്റൂല, ഇത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസല്ല, ഇത് കള്ളനുണ്ടാക്കിയ ഹദീസാണ്. പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പഠിച്ചു, അത് ആരൊക്കെയാണ് പറഞ്ഞത്, ആ വ്യക്തികളെ കുറിച്ച് പഠിച്ചു, എന്നിട്ട് പറഞ്ഞു ഇത് മൗദൂആയ ഹദീസാണ്, ഇത് സ്വീകരിക്കാൻ പറ്റൂല, ഇത് അംഗീകരിക്കാൻ പറ്റൂല, അത് ഹദീസായിട്ട് നമ്മൾ കാണൂല. വഈഫായ ഹദീസ് ദുർബലമാണ്. ആ ഹദീസ് പറഞ്ഞ ആളുകളിൽ ചില ആളുകൾ അത്ര ശരിയല്ല, അവർ ഒരുപക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയാൻ സാധ്യതയുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ഹദീസുകളെ ദുർബലമായതും ദുർബലമല്ലാത്തതും ശക്തമായ ദുർബലതയുള്ളതും എന്നാൽ നമുക്ക് പറ്റുന്ന ചില കാര്യങ്ങളുള്ളതും എന്ന രൂപത്തിൽ പണ്ഡിതന്മാർ കാറ്റഗറി തിരിച്ചു. എന്തിന്? ഹദീസ എന്ന് പറഞ്ഞതൊക്കെ, ഖാല റസൂലുള്ളാഹി എന്ന് പറയുന്നതൊക്കെ നമുക്ക് അമൽ ചെയ്യാം എന്നാണെങ്കിൽ പിന്നെ ഈ വേർതിരിവ് എന്തിനാ? അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടാ എല്ലാം ദീനാണ് ഇല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ വേർതിരിച്ചിട്ടുണ്ട്.